ഏതായാലും കോളേജ് വിട്ട നേരാണ്. ഇതാ കുറച്ച് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും വിളിച്ച് നോക്കാം. ഹായ് മോളു, ഒരു പാട്ട് എഴുതി തരുമോ? ഞാൻ പാട്ടാടൂല. ഇവള് പാടുക? ആ എന്നാ മതി. ഇവലൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കോളേജ് വിട്ട് വന്നിട്ടുള്ളൂ തോന്നുന്നല്ലേ? ഒരു പാട്ട് എഴുതി തരുമോ? ഏതായാലും വന്നല്ലേ, വന്നപ്പോൾ കണ്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒരു പാട്ട് പാടിക്കാൻ ഒരു സന്തോഷം. പാടി തരും? ആ എന്നാ നമുക്ക് പാടാം. ആദ്യ സാധനമില്ല. ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവാലിറങ്ങും അരുണിന്മേ പുണർന്ന് രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവാലിറങ്ങും അരുണിന്മേ പുണർന്ന് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിയിൽ കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിയിൽ കല്യാണരാവ്. എന്താ ഞാൻ പറയാ, സംഭവം വിചാരിച്ച പോലെ അല്ലല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഏതായാലും തേടിയ വള്ളി കാല് ചുറ്റിന്ന് പറഞ്ഞ മാതിരി. എന്താ പേര്? ഷിഹാന. കുഴപ്പമില്ല. പാട്ട് പഠിക്കണ്ട? പാട്ട് പഠിക്കാതാണ് ഇങ്ങനെ പാടുന്നത്? അപ്പൊ പാട്ട് പഠിക്കണേ എങ്ങനെ പാടും? എന്നാലും എന്താ ഉഷാറായിട്ട് പാടില്ല. നമ്മളൊന്ന് വൈറലാവുക നോക്കുക അല്ലേ? ആഗ്രഹങ്ങളല്ലേ? നിങ്ങളെ പോലുള്ള സപ്പോർട്ട് ചെയ്യാനാണ്. ഏതാ എന്റെ കൂടെ ക്യാമറമാൻ വന്നിട്ടില്ല. മോളു താങ്ക്സ്. ഒന്ന് പിടിച്ചെടുത്താണ്. ഒന്ന് അടുപ്പിച്ചോളൂ മോളു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പൊളിക്ക. കലോത്സവങ്ങളിൽ മോള് തിളങ്ങിയിട്ടുണ്ട് അല്ലേ? പക്ഷെ എവിടെ എത്തിയിട്ടില്ല. മോള് കൂടുതൽ അറിയപ്പെട്ടിട്ടില്ല. നമ്മളെ കൊണ്ട് എങ്ങനെയും കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. പിന്നെ കട്ടക്കിതാ നിങ്ങളെ കൂട്ടുകാരി ഉണ്ട്. സന്തോഷം. മോള് അടുത്ത് പിടിച്ചെടുത്താണി. അപ്പൊ നമുക്ക് അടുത്ത് തുടങ്ങാം. എന്താ രസം. അങ്ങോട്ട് പാടിക്കളി. ബസ്സിൽ നിന്നൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്. പാടിക്കളി പാടിക്കളി. ഒരു രാഗമേഘം പൂമാനമേ ഒരു രാഗമേഘം ആടിപൊളി. പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ പാടാനുള്ള ഒരു കഴിവ് നോക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അല്ല ശീലോട് കൂടി പാടി. എന്താ ആഗ്രഹം? നല്ല ആഗ്രഹം ഉണ്ടോ? ഏതായാലും കണ്ടാൻ വെക്കാൻ ചോദിക്കാണ്. അങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനും കുറച്ചൊക്കെ ഒന്ന് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? അപ്പൊ പ്ലേ ബാക്ക് സിംഗർ ഒക്കെ ആവാനൊക്കെ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും മോളെ വോയിസ് ഭയങ്കര രസമായിട്ട് കേൾക്കാൻ രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടൊക്കെ ആ ശീലോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നാ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം അല്ലേ? മോള് മൈക്കൊന്നും എടുത്ത് പിടിച്ചു കൊടുത്താൽ കേട്ടാ. പാടിക്കോളും മോളോ. ആയിട്ട് പാടില്ലോ. ഇനിയിപ്പോ പെരുന്നാളൊക്കെ വരികയാണല്ലോ. എന്തൊക്കെയാ പരിപാടികള്? ഉഷാറാക്കുള്ള പരിപാടി ഉണ്ടാ? കോളേജിൽ നിന്ന് എങ്ങനെ സപ്പോർട്ടൊക്കെ എങ്ങനെയാ? നമുക്ക് നല്ല സപ്പോർട്ടാണ്. ക്ലാസ്സിൽ നിന്നായാലും ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നാലും നല്ല സപ്പോർട്ടാണ് അല്ലേ? പരിപാടിക്കൊക്കെ നിൽക്കാറൊക്കെ ഉണ്ട്. എല്ലാ പരിപാടിയും പങ്കെടുക്കാറുണ്ടോ? എന്നെ കൂടെ കഴിയണ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കലുണ്ട്. നമ്മളാണ് പങ്കെടുക്കും അല്ലേ? അത് നമ്മൾ കിട്ടേണ്ടതല്ലേ നമ്മളെടുത്തല്ലോ, പങ്കെടുക്കലല്ലേ പ്രധാനം. അതൊക്കെ തോന്നി. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് മോളോട് ജസ്റ്റ് മോള് ഒരു പാട്ട് പാടി തരുന്നു. ഈ മോളോട് ആദ്യം ചോദിച്ച് അറിയില്ല ഇവള് പാടുന്ന് പറയലും ജഗ പോകായിട്ട് അല്ലേ? നമ്മൾ തമ്മിലൊരു പരിചയം പോലും ഇല്ല അല്ലേ? എന്നാലും മോള് ആ കാണിച്ച ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പബ്ലിക്കായിട്ട്. ഇവിടെ ഇപ്പം മോള് പാടുമ്പോൾ തന്നെ എത്ര ആൾക്കാർ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് മോള് തളരൂല. പ്രത്യേകിച്ച് വേദിയിലൊന്നും അങ്ങനെ പുറത്ത് വേദിയിലൊന്നും കയറില്ലല്ലോ. എക്സ്പീരിയൻസോട് മോള് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ മോള് എങ്ങനെ തകർക്കും. സന്തോഷം കേട്ടോ. നല്ലൊരു കലാകാരി ആവട്ടെ. അടിപൊളി. നമുക്കൊരു അടിപൊളി പാട്ട് കണ്ട് പാടിയല്ലോ അല്ലേ? ഒരു ഹിന്ദി ആയിക്കോട്ടെ. ഇപ്പം നമ്മള് മാപ്പിളപ്പാട്ടൊക്കെ കേട്ടു. ഇനിയിപ്പോ ഒരു ഹിന്ദി പാട്ട് മോളിൽ നിന്നും പ്രതീക്ഷിച്ചു. എല്ലാവരും ഒന്ന് പാടുവോ? ശ്രമിക്കാം. ഒക്കെ ഒരു ശ്രമമാണല്ലേ? ആണോ? ശ്രേയാ ഘോഷലിന്റെ ഫാനാണല്ലേ? അത് ശരി. എന്നാ പിന്നെ ശ്രേയാ ഘോഷലിന്റെ ഒരു പാട്ടാക്കിയാലോ? എന്നും നിന്റെ മൊയ്തീനിൽ ഏതെങ്കിലും പാട്ട് അറിയാം നമുക്ക്? കാത്തിരുന്നൊന്നും അറിയില്ലല്ലോ. അറിയാം, പക്ഷെ അത് പാടുമ്പോ ചിലപ്പോ ചെറുതായിട്ട് കൊളവാനൊക്കെ സാധ്യത. എന്നാ പിന്നെ അത് വേണ്ട. നമുക്കൊരു ഹിന്ദി മോക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പാട്ട് അതിനും ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? റഫ്താർ. ഗാനമേളക്ക് എല്ലാവരും ഇടിച്ചു കുത്തി പെയ്യണ പാട്ടാണ്. അത് പാടുവോ? എന്നിട്ടാ അപ്പൊ ചങ്ങള മോള് നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടാ. അങ്ങോട്ട് പൊളിക്ക്. നോക്കി പാടിക്കോട്ടെ കേട്ടോ. ഈ പാട്ട് പാടുന്ന പറഞ്ഞ ചെറിയ കാര്യമല്ല. പാടിക്കോളി നല്ല കേട്ടാ.
यहवा मुले नहीं कोई भी, इस धंधे में भलकी भी है सही, दुनिया ता है क्या जो कहती है कहे, इस झसकी की भी दवाई है नहीं, जी पर खेब जीने वीरे दीवारे की ना धीरे रोकी ना कोई हंगो यहाँ, सारी झंझट भूला दे रे तोरी सी बिना वीरे यू मेरे जहाँ, ओ यारा रफ्तार नाचे नाचे धमकार पाचे पाचे धूम तना के हाँ, दीवाने सारे रफ्तार नाचे नाचे धमकार पाचे पाचे अक्के ओके हाँ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. മോളുടെ എന്താ പറയാ കഴിവുകൾ ചെറുതല്ല മോള് കേട്ടോ. വീട്ടിൽ നിന്ന് എങ്ങനെ സപ്പോർട്ടൊക്കെ? നല്ല സപ്പോർട്ടാണ്. എവിടെ വീട്? വീട് ചോലക്കുണ്ട്. ഭയങ്കര ചോലക്കുണ്ടില്ല മോള് വീട്. വീട്ടില് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ പാട്ടുകളും ഇങ്ങനെ പാടി പാടി മോള് തകർക്കലുണ്ട് അല്ലേ? അപ്പൊ മോളെ പേരെന്തെന്ന് പറഞ്ഞു? ഷിഹാന മോളുടെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ടവർ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവർ. PSMO കോളേജിന്റെ മുന്നിലാട്ടോ. അതാണ്ടോ ബസ് സ്റ്റോപ്പില് കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പോകാൻ നിൽക്കുക അല്ലേ അല്ലേ? ഏതൊന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു? എന്റെ പേര് സഫ. കൂട്ടുകാരിയാണ് അല്ലേ? ഇവളെ പേരെന്തായിരുന്നു? ഷിഹാന. മോളോ? നൂറ. നിങ്ങൾ കട്ടച്ചങ്കുകളാണല്ലേ? പാട്ട് പഠിക്കുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഇവള് വിചാരിച്ച പോലെ അല്ല കേട്ടോ. എന്തായാലും മോളെ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാ പാട്ടും പാടോ? പാടാറുണ്ട്. അപ്പോൾ ചങ്കളെ ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി PSMO കോളേജിൻ്റെ മുന്നിൽ ഞാൻ വേറൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ കോളേജ് പരീക്ഷ വിട്ട സമയത്താണ് യാദൃശ്യമായിട്ട് ഈ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് എൻ്റെ അടുത്ത് എല്ലാ പ്രോപ്പർട്ടി ഉണ്ട്. കൂളായിട്ട് ഞാൻ മോളോട് ചോദിച്ചു, മോള് ഒരു പാട്ട് പാടി തരുമോന്ന് അല്ലേ? വേറെ കുട്ടിയോട് ചോദിച്ചല്ലേ? അപ്പോൾ മോള് എന്താ പറയുക, മോളുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെയാണ് നിങ്ങൾ എത്രയും പാട്ടുകളും പാടി തന്നെ. അതും പഠിച്ചിട്ടല്ല മോൾ ഈ പാട്ടുകളൊന്നും അത്ര ബൈഹാർട്ടാക്കി വെച്ചല്ലോ. പിന്നെ മോളോട് ഏത് പാട്ട് പാടിഞ്ഞപ്പോഴും മോള് പാടിത്തരുന്നതാണ്. പിന്നെ സമയം അറിയാലോ, പരീക്ഷ വിട്ട് വന്നാൽ നോമ്പൊക്കെ നോറ്റ കുട്ടികളാണ്. അപ്പോൾ ഇവരെ വല്ലാണ്ട് പിടിച്ചിരുത്തിയിട്ട് ബുദ്ധിമുട്ടാക്കൽ ശരിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോള് വളരെ സന്തോഷം. ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ. ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ. ഫൈനൽ ഇയർ ആണ് അല്ലേ? അപ്പോൾ പൊളിക്കുക കേട്ടോ. എല്ലാവിധ ആശംസകളും മോക്കും മോളെ കൂട്ടുകാരികൾക്കും. ഇനി ആരോടും നന്ദി പറയണ്ടേ? വീഡിയോ കാണുന്നവരുടെ മോക്ക് എന്താ പറയല്ലേ? എല്ലാരോടും സപ്പോർട്ട് ആക്കുക, ഇഷ്ടപ്പെട്ടാല് അതെ അടിപൊളി. ടാറ്റ കൊടുത്താളി.